നമസ്കാരം. ജ്യോതിഷ കുതുകികളായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകൾക്ക് 2025 എന്ന പുതുവർഷത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പൊതുഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വാർഷിക ഫലങ്ങൾ, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. തൃക്കേട്ടക്കാരുടെ സ്വഭാവ പ്രത്യേകതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ ധാരാളം വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. കുറേയേറെ വിഷയങ്ങളിൽ അവഗാഹമുള്ളവരും ആണ്. ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായിട്ട് പൂർത്തിയാക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കും. അങ്ങനെയാണ് അവരുടെ ആഗ്രഹം. താൻ ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യണം. ഇതാണ് അവരുടെ ഒരു പൊതുവെയുള്ള ആഗ്രഹം. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നതുമാണ്. എന്നാൽ ഇതിനിടയ്ക്ക് തമാശകൾ പറയാനും മറ്റ് കാര്യങ്ങളൊക്കെ അല്പം ഗോസിപ്പിങ്ങൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ചേർത്ത് കാര്യങ്ങൾ പറയാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെട്ടിത്തുറന്ന് അതെനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് ആ അന്തരീക്ഷം പെട്ടെന്ന് അത് മാറ്റം വരുത്തും. അതായത് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. വാക്ക് തർക്കങ്ങൾ വന്നാൽ എതിരെ നിൽക്കുന്ന ആരാന്ന് നോക്കാതെ തക്ക മറുപടി കൊടുക്കാനും അവർക്ക് ഒരു മടിയുമില്ല. എന്നാൽ അധികം സംസാരിക്കുമെന്ന് ചോദിച്ചാൽ അതുമില്ല. വായാടികളൊന്നുമല്ല. ഇവർ ഈ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. പിന്നെ പുതിയ പുതിയ ആശയങ്ങൾ അവർക്കെപ്പോഴും തോന്നുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് ആശയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്നവരാണ് വിജയിക്കുന്നത്. മറ്റ് ചില ആളുകൾ, തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ തന്നെ പല പല ആശയങ്ങളുടെ പുറകെ പോയി ഒന്നിലും നേട്ടം കൈവരിക്കാതിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ പ്രവർത്തിക്കാൻ അവർക്കെപ്പോഴും താല്പര്യം ഉണ്ടായിരിക്കും, അതിനുള്ള കഴിവും ഉണ്ടായിരിക്കും, ആരോഗ്യമുള്ള ശരീരവും ആയിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരുഷമായിട്ടും കുത്തുവാക്ക് ഉപയോഗിച്ചും ഒന്നും സംസാരിക്കാൻ ഒരു മടിയുമില്ല. അതുപോലെ തന്നെ ഉള്ളിൽ അമ്പുകൾ ഒളിച്ചു വെച്ച സംസാരമൊക്കെ അവർക്ക് ഉണ്ടാകും. മുറിവേൽപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. പൊതുവേ നല്ല സ്വഭാവക്കാരാണ്. ഒരല്പം ഗോസിപ്പിങ്ങൊക്കെ ഉണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാറില്ല. അവർക്ക് ദുസ്വഭാവങ്ങളൊന്നും സാധാരണ കാണാറില്ല. പക്ഷേ ശനിയും രാഹുവും കേതുവുമൊക്കെ ജനന സമയത്ത് ദുസ്ഥാനങ്ങളിലാണെങ്കിൽ, അതോടൊപ്പം തന്നെ വ്യാഴത്തിനും ദുസ്ഥാനസ്ഥിതിയാണുള്ളതെങ്കിൽ അവർ ദുർനടപടികളിലേക്ക് താല്പര്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മദ്യപാന ആസക്തി തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് വ്യാഴം മറഞ്ഞു നിൽക്കുകയോ വ്യാഴം ദുസ്ഥാനത്ത് നിൽക്കുകയോ അതേ സമയത്ത് ഈ പാപഗ്രഹങ്ങളായ ശനിയും രാഹുവും കേതുവും ദോഷം ഉള്ള സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചെയ്താൽ മദ്യാസക്തി ഉണ്ടാവും. അതിനൊരു കഥയുമുണ്ട്. ഇവരുടെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്. ഈ അതിഥി എന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ അമ്മ. അതിഥി മുലപ്പാൽ കൊടുക്കുന്നതിന് പകരം സോമരസം കൊടുത്താണ് ദേവേന്ദ്രനെ വളർത്തിയത് എന്നൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ ചില വേദങ്ങളിലും വേദവ്യാഖ്യാനങ്ങളിലൊക്കെ ഈ കഥ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഇന്ദ്രന് എപ്പോഴും ഈ സോമരസത്തോടുള്ള ആർത്തി ഉണ്ടായിരുന്നു. എപ്പോഴും സോമരസം പാനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇന്ദ്രനുണ്ടായി. അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ഇതുപോലെ ആഗ്രഹങ്ങൾക്ക് പെട്ടെന്ന് വശംവദരാകുന്നതാണ് എന്ന് ഒരു നാട്ടുചൊല്ലായിട്ട് പറയാറുണ്ട്. അതിന് മറ്റൊരു പ്രത്യേകത കൂടെ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെന്ത് തന്നെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല. തനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. വളരെ അഭിമാനികളായിരിക്കും. സംസാരം നല്ല മൂർച്ചയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ജന്തുക്കളെ വളർത്താൻ താല്പര്യമുള്ള തൃക്കേട്ട നക്ഷത്രക്കാരും ഉണ്ടാവും. ഇവർക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ തർക്കങ്ങളും ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഒക്കെ ആയിട്ട് കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സ്വന്തമായിട്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. നല്ല ഗ്രഹനിലയിൽ ഉള്ളവർ ഈ സമയത്ത് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതുമാണ്. നിരന്തര പരീക്ഷണങ്ങളിൽ കൂടെയും നിരന്തരമായ പരിശീലനത്തിൽ കൂടെയും കഴിവുകൾ വളർത്തിയെടുക്കാനും അവർക്ക് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഉത്സാഹവും ജോലി ചെയ്യാൻ മടിയില്ലാത്ത സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവേ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
വ്യാഴം അനുകൂലമാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാകും. അതല്ല ജാതകത്തിൽ അത്ര അനുകൂലമല്ല ഭാഗ്യനാഥനായ വ്യാഴമെങ്കിൽ എങ്കിൽ പോലും മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനായിട്ടുള്ള രീതിയിൽ അവർക്ക് സാധിക്കും. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിയാലും ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാലും ഒക്കെ ആ മുടക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കും. വൻ നഷ്ടങ്ങളിലേക്ക് പോകുന്നത് വളരെ അപൂർവമാണ്. പിന്നെ അവർക്ക് ഈ വർഷത്തെ സാധ്യത നോക്കുമ്പോൾ പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള യോഗമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം വ്യക്തിത്വം വികസിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത അവർക്ക് ഉണ്ട്. ജോലിയിൽ ഇരിക്കുന്നവർ മാത്രമാകണമെന്നില്ല, സർക്കാർ ജോലിയുള്ളവർ ആകണമെന്നില്ല, പ്രൈവറ്റ് ജോലി ഉള്ളവരുമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൊസൈറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീ പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാകാം. ആരാണെങ്കിലും അവർക്ക് വ്യക്തിത്വം ഒന്ന് വികസിപ്പിക്കുന്നതിന്, വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കിട്ടാൻ ഈ വർഷം സാധ്യതയുണ്ട്. പിന്നെ കുടുംബപരമായിട്ട് അവർക്ക് സൗഖ്യമുള്ള കാലമാണ്. മെയ് മാസത്തിൽ വ്യാഴം മാറുമ്പോഴത്തേക്കും അവർക്ക് അഷ്ടമത്തിലേക്കാണല്ലോ വ്യാഴം മാറുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങളിൽ പലപ്പോഴും തിരുത്തൽ വരുത്തേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. മറ്റുള്ളവർ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തേണ്ടി വരികയും ചെയ്യും. എന്നാൽ നമുക്കറിയാം നമ്മൾ ചെയ്തതാണ് ശരിയെന്നറിയുകയും ചെയ്യാം. അതൊരു വലിയ മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ കർമ്മ പദ്ധതികൾ വർഷത്തിൻ്റെ ആദ്യം തന്നെ പൂർത്തീകരിക്കുന്നതാണ് നല്ലത്. പുതിയ സംരംഭം തുടങ്ങാനാണെങ്കിലും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഈ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നതിന് മുമ്പുള്ള കാലമാണ് നല്ലത്. അപ്പോൾ ശനി അഞ്ചിലേക്കാണ് പോകുന്നത്. ഇപ്പം 4-ലാണ് സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആദ്യം. പിന്നെ അത് 5-ാം ഭാവത്തിലേക്ക് മാറും മാർച്ച് മാസം ഒടുവിൽ. അപ്പോൾ സന്താനങ്ങൾക്ക് പഠനത്തിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടോ തടസ്സമൊക്കെ വരാം. ബുദ്ധിപരമായിട്ട് ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. കാരണം 5-ാം ഭാവം പ്രജ്ഞാമേധ, പ്രതിഭാശക്തി, പുരാതനം, പുണ്യം അതിലേക്കൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 5-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോഴത്തേക്കും മക്കളുടെ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാകാം. പിന്നെ ഉപാസനകളുടെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന സ്ഥലത്ത് പോകാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ആ ഉപാസനയ്ക്ക് തടസ്സം നേരിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനകൾ കുറയുക, ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ പൊതുവേ നോക്കുമ്പോൾ മീനൻ രാശിയിലേക്കാണ് ശനി വരുന്നത് എന്നുള്ളത് കൊണ്ട്, ഈ മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണല്ലോ. വ്യാഴവും ശനിയും സമന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ശനി ദ്രോഹകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നില്ല. 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യം ശനിയും വ്യാഴവും മാറുന്നതിന് മുമ്പുള്ള കാലം, വ്യാഴം 7-ലാണല്ലോ നിൽക്കുന്നത്, ശനി 4-ലാണ് നിൽക്കുന്നത്. 4-ലാണ് കണ്ടകശനിയാണെങ്കിൽ പോലും മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ആ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം വർഷത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് മെച്ചമായിരിക്കും. 2-ാം പകുതി മറ്റൊരു തരത്തിൽ ശനിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയില്ല. വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ചില ആരോപണങ്ങൾ ഒക്കെ നേരിടേണ്ടി വരാം. അതുകൊണ്ട് ഏതൊരു കാര്യം തുടങ്ങുന്നതും, ശുഭകാര്യങ്ങൾ ഏത് ചെയ്യാനുണ്ടെങ്കിലും വർഷാദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വിദേശത്തുള്ള ചില ആളുകൾക്ക് വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. പക്ഷേ ജോലി നഷ്ടപ്പെട്ടാലും അവർക്ക് ദാരിദ്ര്യത്തിലേക്കൊന്നും പോകേണ്ടി വരികയില്ല. കാരണം പുതിയൊരു ജോലി കണ്ടെത്താൻ അവർക്ക് സാധിക്കും. ആ ഒരു ഗ്യാപ്പിൽ മാത്രം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം അത്ര ഉചിതമല്ല. അതുപോലെ തന്നെ സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാലും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. വ്യാപാര കാര്യങ്ങളിലൊക്കെ രസീതുകളും ടാക്സ് അടച്ചതിൻ്റെ രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. കൃത്യമായിട്ട് GST, ഇൻകം ടാക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടയ്ക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അവരത് ചെയ്യുന്നുണ്ടോ, നമ്മുടെ മൊബൈലിലേക്ക് അലർട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. കാരണം ഈ വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം സൂര്യനാണ് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമെങ്കിലും വ്യാഴമാണ് നമുക്ക് ദൈവാധീനവും ഭാഗ്യവുമൊക്കെ തരുന്നത്. അപ്പം വ്യാഴം ദുസ്ഥാനമാണ്. 8 എന്ന് പറയുന്നത്
അഷ്ടമസ്ഥാനം എന്ന് പറയുന്നത് ദുസ്ഥാനമാണല്ലോ. അപ്പോൾ ഈ ശുഭഗ്രഹമായ വ്യാഴം ദുസ്ഥാനത്തേക്ക് പോകുമ്പോൾ മറ്റ് പല ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. വ്യാഴത്തിൻ്റെ ഫലദാന ശേഷി കുറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അപ്പം വർഷത്തിൻ്റെ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് നോക്കുക. പിന്നെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാക്കിൽ മിതത്വം പാലിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും ഇവർ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് രാഹു 4ലേക്ക് വരുന്നു. കുടുംബത്തിലും 4 പറയുന്നത് കുടുംബഭാവമാണല്ലോ. രാഹു മെയ് മാസത്തിൽ 4-ാം ഭാവത്തിലേക്ക് വരുന്നു. അത് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം രാഹു വളരെ പാപഗ്രഹമാണ്. വീട്ടിലുള്ളവർക്ക് നേരെയും ഈ ദേഷ്യം വ്യാപിക്കാം. നമ്മൾ പറയുന്ന വാക്കുകൾ വീട്ടിലുള്ള മക്കളെയോ ഭാര്യയെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയോ ഒക്കെ മുറിവേൽപ്പിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാലം, അതായത് ഈ അഷ്ടമത്തിൽ വ്യാഴം പോകുന്ന സമയം, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രാഹു മാറുന്ന സമയത്ത്, അതായത് ഈ 3 മാറ്റങ്ങളും വളരെ അടുത്തടുത്താണ് നടക്കുന്നത്. ശനി മീനൻ രാശിയിലേക്ക് മാറുന്നു, വ്യാഴം അഷ്ടമത്തിലേക്ക് അതായത് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു, രാഹു പുറകോട്ട് നീങ്ങി എങ്ങോട്ട് വരുന്നു, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് 4-ാം ഭാവത്തിലേക്ക് വരുന്നു. ഇത് 3 അടുത്തടുത്താണ് വരുന്നത്. ഈ സമയത്ത് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അലർജി, ആസ്മ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഈ രാഹുവിൻ്റെ മൂവ്മെൻറ്റും സ്കിൻ ഡിസീസുമായിട്ട് കുറേ ബന്ധങ്ങൾ ഉണ്ട്. പിന്നെ ചില കഷ്ടപ്പാടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾക്ക് ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട അലച്ചിലുകളും ബുദ്ധിമുട്ടും ഉണ്ടാകാം. എന്നാൽ അതേ സമയത്ത് ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ചില ശുഭകാര്യങ്ങളുമുണ്ട്. കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും അംഗത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. അതിൽ നല്ലൊരു പങ്ക് വഹിക്കാനും സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. കുടുംബത്തിലൊരു ശിശുജനനം ഉണ്ടാകാനായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ ഈ ആതുര സേവന രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ പലവിധ അംഗീകാരങ്ങൾ കിട്ടാനുള്ള യോഗവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില ഗുണങ്ങളും ഉണ്ട്, ചില ദോഷങ്ങളും ഉണ്ട്. സൈന്യത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ കാര്യമാണ്, സമയമാണ്. പക്ഷേ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരുതരം അപകർഷതാബോധം അവരെ ചുറ്റി വരാനും മറ്റുള്ള ആരെങ്കിലും അഭിപ്രായം പറയുന്നതുകൊണ്ടായിരിക്കാം അപകർഷതാബോധത്തിലേക്ക് പോകാനുള്ള ചില സാധ്യതകളുണ്ട്. കൃഷി പ്രധാന തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൃഷിനാശം ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്യദേശവാസം ഉണ്ടാകാം, സഞ്ചാരക്ലേശവും ഉണ്ടാകാം. അപ്പോൾ ഇത് ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ജാതകത്തിലെ സ്ഥാനത്തെ കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശനിയുടെ ഒരു പരിധി വരെ, ശനി കൃഷിക്കും ബന്ധപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രഹനിലയിൽ ഈ മാറ്റങ്ങൾ വളരെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും വൃശ്ചികക്കൂറിൽപ്പെട്ട ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ സമയത്ത് പരിഹാരങ്ങൾ ചെയ്യുക, പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു രംഗത്ത് വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ കഴിവുകളെ ഡൈവേർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റിയും അതുപോലെ തന്നെ പരിഹാര ക്രിയകളെപ്പറ്റിയൊക്കെ നോക്കാം. ആദിത്യദശ, വ്യാഴദശ, ശുക്രദശ, ചന്ദ്രദശ, ഈ 4 ദശകളിലാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇപ്പോൾ ഉള്ളതെങ്കിൽ പരിഹാര കർമ്മങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ സൂര്യദശയുടെ അവസാന ഭാഗമോ ചന്ദ്രദശയിൽ ചന്ദ്രാപഹാരം സംഭവിക്കുന്ന സമയമൊക്കെ അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്.
മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാലമാണ്. മാതാവിന് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രീതി നേടുക. അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്കും ബുധനും അർച്ചനകൾ ചെയ്യുക. പിന്നെ ചൊവ്വയുടെ ദേവതകളായ സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിക്കും വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ബുധൻ്റെ ദേവതയായ ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. നെയ്വിളക്ക് തെളിയിക്കുക, അർച്ചന ചെയ്യുക, തുളസിമാല സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്താൽ മതി. മഹാവിഷ്ണുവിനെയും വന്ദിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്ന സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് അവിടെ വഴിപാടുകൾ ചെയ്യുക. പിന്നെ ചന്ദ്രദശയാണ് നിങ്ങൾക്കെങ്കിൽ ഭഗവതിക്ക് പ്രത്യേകമായിട്ട് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഏതൊരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പും വിഘ്നേശ്വരനെ വണങ്ങിയിട്ട് പോവുക. ഗണപതി ഭഗവാന് ഒരു കറുകമാല സമർപ്പിച്ചിട്ട് പോവുക, വളരെ ഉത്തമമാണ്. ഇനി നിങ്ങൾക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് നമ്മുടെ വീട്ടിലുള്ള ഗണപതിയുടെ ചിത്രത്തിന് മുമ്പിൽ തെളിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയാലും നന്നായിരിക്കും. അപ്പോൾ ഇതാണ് പരിഹാരങ്ങൾ ചെയ്യാവുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുക. രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയുടെ പരിഹാരങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കും. പിന്നെ ശനി മാറുന്ന സമയത്ത്, ശനി മീനം രാശിയിലേക്ക് മാറുന്ന മാർച്ച് മാസം ഒടുവിൽ ശാസ്താവിന് നീരാജനം കൃത്യമായിട്ട് സമർപ്പിക്കണം. അപ്പം പക്കപ്പിറന്നാളിന് നീരാജനം സമർപ്പിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻസൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള ആ ഒരു ചിന്താക്കുഴപ്പമുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ഈ ശാസ്താവിന് നീരാഞ്ജനം നൽകുന്നത് ഏറ്റവും നല്ലതാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ജോലി സ്വീകരിക്കണോ ഈ ജോലി സ്വീകരിക്കണോ, അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന ആൾക്കാർ ശാസ്താവിന് ഒരു ശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുക. നെയ്വിളക്കും തെളിക്കുന്നത് നല്ലതാണ്. ശനി മാറുന്ന ആ മാസം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ശാസ്താവിനുള്ള വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ സുഗമമായിട്ട് ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വലിയ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ കാലം കടന്നു പോകുന്ന കൂട്ടത്തിലങ്ങ് കടന്നു പോകും. ഇപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ നാളും പേരുമൊക്കെ അയച്ചു തന്ന എല്ലാവർക്കും വേണ്ടിയുള്ള അർച്ചനകൾ തുടരുന്നുണ്ട്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കുമൊക്കെ നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.